ഇന്ന് നമുക്ക് അറേ മെത്തേഡ്സിൻ്റെ എന്ത് പഠിക്കാം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫിൽട്ടർ അല്ല ഫൈൻഡ് ആയിരുന്നു. ഓക്കെ, ഒരു വാല്യൂവിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുമായിരുന്നു, ഒരേ ഒരു വാല്യൂവിനെ. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് കിട്ടത്തില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, നമ്മൾ 2 തവണ HTML എഴുതിയിട്ടും അത് ആദ്യത്തെ HTMLനെ എടുത്തത് മൾട്ടിപ്പിൾ വാല്യൂസിനെ എടുത്തില്ല. സോ നമുക്കിപ്പോൾ ഒരു അറേയിൽ നിന്ന് ഒരു കാര്യത്തെ, കുറച്ച് കാര്യങ്ങളെ നമ്മൾ കൊടുക്കുന്ന, അതായത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ, യൂസർ ഇപ്പോൾ സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഒരു ഉദാഹരണം ഞാൻ പറയണത്, സെർച്ച്. ഇപ്പോൾ യൂസർ ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ അതേ കീവേഡ്സിലുള്ള എല്ലാ പ്രൊഡക്ട്സും അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഞാനൊരു സെർച്ചിൻ്റെ ഫുൾ മെത്തേഡല്ല ഞാൻ പറയണത്, സെർച്ചിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഉദാഹരണമാണ് പറയണത്. അപ്പോൾ ഫൈൻഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരേ ഒരു വാല്യൂ, അതായത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫിൽറ്ററിൻ്റെ അകത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഫിൽറ്റർ എന്നുള്ളതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമുക്ക് എന്ത് തന്നെ തരം തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഒരു അറേ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, കോൺസ്റ്റ്. എന്തുകൊണ്ട് കോൺസ്റ്റ് ഇട്ടു? മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനത് പിന്നെ ഇവിടെ ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. സോ ലിസ്റ്റ് അസൈൻ, ഞാനൊരു അറേ ഉണ്ടാക്കുവാണ്. അറയ്ക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് HTML എന്ന് കൊടുക്കാം, HTML. ദെൻ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കാം, ജാവാസ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് CSS എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്നും കൂടി CSS കൊടുക്കുകയാണ്, CSS3 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്നും കൂടി HTML കൊടുക്കുകയാണ്, HTML5 എന്നും കൊടുത്തു. ഓക്കെ, അപ്പം ഇത് ഞാൻ ഫിൽറ്റർ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യുന്നത്? ഇവിടെ ഞാൻ മറ്റൊരു മെത്തേഡ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ നോർമൽ രീതിയിൽ ഓക്കെ, ഞാൻ ആദ്യം അല്ലാതെ തന്നെ എഴുതാം. ഓക്കെ, ഞാൻ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, കോൺസ്റ്റ്. നമുക്ക് കാരണം ഇതൊരു കാര്യത്തെ റിട്ടേൺ ചെയ്യും, ഫിൽറ്ററും റിട്ടേൺ ചെയ്യും ഒരു വാല്യൂവിനെ. ഓക്കെ, അപ്പോൾ നമുക്കത് പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കാം. നമുക്ക് ന്യൂ ലിസ്റ്റ്, ലിസ്റ്റ് അസൈൻ. എന്ത് വേണം? ലിസ്റ്റ്, നമ്മുടെ ലിസ്റ്റ്, അതായത് നമ്മുടെ ഈ അറേ ഡോട്ട് നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ, ഒരു മെത്തേഡ്, അറേ മെത്തേഡ് ഫിൽറ്റർ യൂസ് ചെയ്യുവാണ്. ഓക്കെ, ലിസ്റ്റ് ഡോട്ട് ഫിൽറ്റർ. സോ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ടത്. ഈ ലിസ്റ്റ് എന്നുള്ളത് നമ്മുടെ അറേയാണ്. ഇത് നമ്മൾ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തു. കാരണം നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് കാണണം. കാരണം ഇത് റിട്ടേൺ ചെയ്യും. ഏതിലേക്ക് റിട്ടേൺ ചെയ്യും? ഇതാണ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫിൽറ്ററിൻ്റെ അകത്ത് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ഈ ഫംഗ്ഷൻ ഇതിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ഫംഗ്ഷൻ, ഇതിനൊരു ഫംഗ്ഷൻ എന്ന് മാത്രമേ എഴുതുള്ളൂ. കാരണം ഇതിനൊരു പേരുണ്ടാകില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു അനോണമസ് ഫംഗ്ഷനാണ്, ഒരു ഹൈ ഓർഡർ ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ഇതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് പോകണം. ഓക്കെ, li ആക്ച്വലി ഇതാട്ടോ എടുക്കണത്. ഇങ്ങനെ എടുത്തെടുത്ത് പോകും. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. സോ ഞാൻ റിട്ടേൺ എഴുതുവാണ്. ഇത്രയും അങ്ങോട്ട് ദൂരെ പോകണ്ട. സോ റിട്ടേൺ എഴുതി. റിട്ടേൺ എന്തിനെയാണ് റിട്ടേൺ ചെയ്യണത്? റിട്ടേൺ ഈ LIക്കകത്ത് റിട്ടേൺ li ഇൻക്ലൂഡ്സ്. എന്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഇതിൻ്റെ അകത്ത്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് നമുക്കൊരു വാല്യൂ കൊടുക്കാം. നമുക്ക് HTML ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. HTML ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ചെക്ക് ചെയ്യൂ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളൊരു കണ്ടീഷൻ പോലെ. ഓക്കെ, ഞാനിവിടെ നമ്മൾ പഴയ ക്ലാസ്സിൽ ഇത് കണ്ടായിരുന്നു. console.logൻ്റെ അകത്ത് നമുക്ക് ഈ പുതിയൊരു വേരിയബിൾ, ഇപ്പോൾ കിട്ടിയ വേരിയബിൾ ന്യൂ ലിസ്റ്റ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യിക്കാം. ന്യൂ ലിസ്റ്റിലേക്കല്ലേ റിട്ടേൺ ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഞാനത് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിക്കുവാണ്. നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇവിടെ വന്നു, ഇൻസ്പെക്റ്റിൽ വന്നു, കൺസോൾ വന്നു. അറേ. ഓക്കെ, നമുക്ക് HTML5 കിട്ടി. ഓക്കെ, നമുക്ക് HTML5 കിട്ടി. എന്തുകൊണ്ട് HTML5 കിട്ടി? കണ്ടോ? ഇപ്പം നമുക്ക് അതിൻ്റെ ഞാൻ ആ പേര് കറക്റ്റായിട്ട് എഴുതി ഇപ്പോൾ കിട്ടിയിട്ടോ. നമുക്ക് ഈ ഒരു അറയിൽ നിന്ന് ഇതിപ്പോൾ ഇവിടെ ഫൈൻഡ് കൊടുത്തിരുന്നെങ്കിൽ ഇത് ഈ ഒരു HTML മാത്രമായിരുന്നു എടുക്കുള്ളൂ. ഓക്കെ, ഇതിപ്പം നമ്മളിവിടെ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഫിൽറ്റർ ചെയ്ത്
നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്താണോ അത് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നമ്മളിവിടെ HTML എന്നാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. സോ HTML എവിടെയൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട്. അതായത് 0th പൊസിഷനിലും ഉണ്ട്, 0th, 1st, 2nd, 3rd, 4th പൊസിഷനിലും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട്, 2 HTMLും എടുത്തിട്ടുണ്ട്. ഇത് ഫൈൻഡ് ആണെങ്കിൽ ഒരു HTML എടുക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ കണ്ടോ 2 ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്നും കൂടി വിപുലീകരിക്കാം. എങ്ങനെ? യൂസർ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിലേക്കൊന്ന് ആക്കിയാലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഇത് ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ് യൂസർ ഇൻപുട്ട് എന്ന് കൊടുക്കുകയാണ്. യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിയിട്ട് നമുക്ക് അത് സെർച്ച് ചെയ്യാം. പ്രോംപ്റ്റ് വഴി എടുക്കുകയാണ്. പ്രോംപ്റ്റ് വഴി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്താണ് നമുക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ? സെർച്ച്. ഓക്കെ, സെർച്ച്. ഈ യൂസർ ഇൻപുട്ടിനെ നമുക്ക് ഇവിടെ കൊടുക്കാം, ഈ ഇൻക്ലൂഡ്സിൻ്റെ അകത്ത്. ഓക്കെ, യൂസർ ഇൻപുട്ടിന് ഇൻക്ലൂഡ്സ് കൊടുക്കുമ്പോൾ എന്താണ് ആക്ച്വലി ഇത് ഞാൻ കുറച്ചും കൂടിയും ഇനി നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടിയും ഡിഫിക്കൽസി കൊണ്ടുവന്നാട്ടോ എഴുതുള്ളൂ. സിമ്പിളായിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നോക്കണം. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാനിവിടെ വന്നു കഴിയുമ്പോൾ കണ്ട യൂസർ ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു മിനിറ്റ്, ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒന്നും കൂടി സേവ് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എച്ച് എന്ന് മാത്രം സെർച്ച് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇൻസ്പെല്ല് വന്നു, കൺസോൾ വന്നു. കണ്ടോ? എനിക്ക് കണ്ടോ സെർച്ച് ചെയ്ത് കിട്ടി. കണ്ടോ? HTML5. ഞാൻ എച്ച് എന്ന് പറഞ്ഞുള്ള ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടി. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു വാല്യൂ കൊടുക്കാം, L. കണ്ടോ? ഇതിൽ L ഉണ്ട്, അതുകൊണ്ടാണ് L വന്നത്. ഇപ്പോൾ ഇല്ലാത്തൊരു വാല്യൂ എന്താ കൊടുക്കണേ? ഇങ്ങനെ കൊടുക്കാം. കണ്ടോ? നത്തിങ്. അറേ empty ആണ്, അറയ്ക്കകത്തൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാനിവിടെ ജാവ എന്ന് എഴുതുവാണ്. ജാവ. ഓക്കെ, എനിക്ക് JavaScript കിട്ടി. കണ്ടോ? ഇതിപ്പോൾ സെർച്ച് ചെയ്യുവാണ്. യൂസർ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് T കൊടുത്തു കഴിഞ്ഞാൽ HTMLൻ്റെ അകത്ത് കണ്ടോ JavaScriptൻ്റെ അകത്തും എന്തുണ്ട്? T ഉണ്ട്. T ഉള്ളതെല്ലാം വന്നു. ഓക്കെ, ഞാനിനി C കൊടുക്കാം. C. കണ്ടോ? JavaScriptൽ C ഉണ്ട്, CSS വന്നു, CSS3 വന്നു. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഫൈൻഡിൽ നമുക്ക് ഒരു കാര്യം മാത്രമാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു അറേ മെത്തേഡാണ്. ഇവിടെ ഞാൻ ആക്ച്വലി ചെയ്തിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് എന്തുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നു, അറേ യൂസ് ചെയ്യുന്നു എന്നുള്ള നമ്മുടെ പഴയ ക്ലാസ് നോക്കിയാൽ മതി. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ലിസ്റ്റ്. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു അറേ ഉണ്ടാക്കി. അറയ്ക്കകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ കൊടുത്തു, കുറേ പേരുകൾ കൊടുത്തു. HTML നമ്മുടെ കുറച്ച് പേരുകളും കാര്യങ്ങളും. എന്നിട്ട് ഞാൻ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കുവാണ്. പ്രോംപ്റ്റ് വഴി യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കുവാണ്. യൂസറിനോട് ചോദിക്കുവാണ് എന്താണ് വേണ്ടത്. അപ്പോൾ യൂസർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ട് ഞാനിവിടെ മറ്റൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെത്തേഡ്, ഫിൽട്ടർ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ലിസ്റ്റ് വിളിച്ചു. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അറയാണ്. ഓക്കെ, ഈ അറേ, ഈ ലിസ്റ്റ്, ഈ അറേനെ നമ്മൾ വിളിച്ചു, നമ്മുടെ അറേനെ വിളിച്ചു. എന്നിട്ട് ഞാൻ ഡോട്ട് കൊടുത്തു കഴിയുമ്പോൾ അറയ്ക്കകത്തുള്ള എല്ലാ മെത്തേഡ്സും നമുക്ക് കാണാൻ സാധിക്കും. ഫൈൻഡ്, ഫിൽട്ടർ, ഈച്ച്, മറ്റേ മാപ്പ് എല്ലാം വരും. അതിൻ്റെ അകത്തുനിന്ന് ഫിൽട്ടർ എടുത്ത് കൊടുത്തു. സോ ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനൊരു ഫംഗ്ഷൻ വിളിച്ചു. ഫംഗ്ഷന് ഒരു പേരില്ല, അതൊരു അയോടെ ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് നമ്മളത് ഒരു അനോണമസ് ഫംഗ്ഷനാണ്. അതിൻ്റെ അകത്ത് ഞാൻ LA കൊടുത്തു. LA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ഇവിടെ ഇത് ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകും. LA കൊടുത്തിരിക്കുന്നത് ഇതൊരു ഈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ അയോടെ ഫംഗ്ഷനിലെ ഫംഗ്ഷൻ ടേക്ക് അനദർ ഫംഗ്ഷൻ ആസ് എ പാരാമീറ്റർ പോലെ. അപ്പം നമ്മളങ്ങനെ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ റിട്ടേൺ ചെയ്യുവാണ്. ഈ റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങോട്ടാട്ടോ റിട്ടേൺ ആകുന്നത്. ഓക്കെ, ഈ ഫിൽട്ടർ ഒരു കാര്യം റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂ. അത് നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട് തിരിച്ചങ്ങോട്ട് അതിലേക്ക്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ LA വിളിച്ചു. കാരണം ഇത് ഓരോ 1 by 1 ആയിട്ട് പോവുകയാണ്. ഈ LA വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകുന്നുണ്ടോ? കാരണം ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നത്. സോ ഇത് ഇൻക്ലൂഡ് ആകുന്നുണ്ടോ? ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടോ, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഈ സാധനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷൻ പോലെയാണ്. ഇൻക്ലൂഡ്സ് ചെയ്യുന്നുണ്ട്. എന്ത് ഇൻക്ലൂഡ്സ് ചെയ്യുന്നുണ്ടോ? ഞാനിവിടെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട്, അതായത് യൂസർ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ, യൂസർ കൊടുക്കുന്ന ആൻസർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ അറയ്ക്കകത്ത് യൂസർ കൊടുക്കുന്ന ആൻസർ ഈ അറയ്ക്കകത്ത് ഉണ്ടെങ്കിൽ ഈ കാര്യം ഇത് റിട്ടേൺ ചെയ്ത് ആ സംഭവം പ്രിൻറ്റ് ചെയ്യിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസോളിൽ. ഇല്ലെങ്കിൽ
ഇല്ലെങ്കിലും പ്രിൻറ്റ് ചെയ്യും. എന്ത് പ്രിൻറ്റ് ചെയ്യും? MTR പ്രിൻറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് നോക്കണം? സം എവരിയും കൂടി നോക്കണം. അത് കഴിയുമ്പോൾ അവിടെ അറേ മെത്തേഡ്സ് ഏകദേശം ഫിനിഷ് ആകും. പിന്നെ നമുക്ക് ഒബ്ജക്റ്റിലേക്കൊന്ന് പോയേക്കാം. വേറെ ഒന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.